ഇരുകുന്നം ശ്രീഭദ്ര ചാനലിലേക്ക് സ്വാഗതം. നാഥനില്ലാക്കളെ അങ്ങനെ ആയിപ്പോയി നമ്മുടെ കേരളം. അതായത് സ്കൂളുകളും ആശുപത്രികളും ക്ഷേത്രങ്ങൾ ഒരു കച്ചവട മേഖലയായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടും ആരും മനസ്സിലാക്കും. ഏതുവരെ സംസാരിക്കും. ക്ഷേത്രത്തിനെ തന്നെ നോക്കാം. ആദ്യം ഞാനങ്ങനെ ഒരു ദിവസം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പത്മതീർത്ഥത്തിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോകാൻ ഞാൻ ഭഗവാനെ ദർശിച്ച ശേഷം പ്രസാദം വാങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് കാത്തു നിൽക്കുകയാണ്. ഒരു വിധത്തില് പ്രസാദം തന്നെ ഞാൻ പ്രസാദം കൊണ്ടേ വരുള്ളൂ എന്ന രീതിയിൽ ഭഗവാനെ ചെറുക്കന്റെ കൊണ്ട് ഒരു 4 ഇരട്ടി വണ്ണമുള്ള ഒരാള് വെപ്പില്ലാതെ മാലയാണ് ആശാസ്ത്രത്തിന്റെ തടയില്ല. ഭഗവാനെ പൂജിച്ചുകൊണ്ടിരുന്ന കൂട്ടം പോറ്റിയ പോലെ ഒരു കൂട്ടാൻ ചാടി കഴിഞ്ഞ് ഇദ്ദേഹത്തിന് തൊഴാൻ പോലും താമസിക്കാതെ ദൈവത്തിനെ മറഞ്ഞു നിന്ന് വന്നാണ് ഞാൻ തൊഴുകയാണ്. ആ തൊഴുതപ്പം തന്നെ ഈ നിൽക്കുന്ന ആള് അങ്ങോട്ട് തൊഴുകയാണ്. ഇപ്പൊ തന്നെ അകത്ത് കയറി തുമ്പലെ പുഴ കുറെ പ്രസാദം എല്ലാം കൊണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ അദ്ദേഹം കൊടുത്തത് 10 രൂപ, ഞാൻ കൊടുത്തത് 20 രൂപ. ആർക്കാണ് വിജയം? ഞാൻ പ്രസാദത്തിൽ കൈ നീട്ടിയപ്പോ എനിക്ക് തന്നത് വോട്ടില് നഖത്തിൽ മഷി പുരട്ടും പോലെ ദൂരെ പുരട്ടി. ഞാൻ തകിച്ചു തൊട്ടടുത്തുള്ള അഡ്മിനിസ്ട്രേഷൻ താമസിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി പരാതി പറഞ്ഞു. അദ്ദേഹം വന്ന് വഴക്ക് പറഞ്ഞു. പക്ഷെ ഈ സമയത്ത് പുറത്തിറങ്ങിയപ്പോൾ എന്റെ ലൂണാറിന്റെ ചെരുപ്പ് കണ്ടു. ചെരുപ്പവിടെ നടന്നത് ഒരാഴ്ചയിലായി കഴിഞ്ഞു. ഈ ചെരുപ്പിനെ അവിടെ ഇട്ടിട്ട് ഈ തൊഴാമെന്ന ആള് നടന്നു പോയാണ്. ഞാൻ കൂടെ പോയപ്പോ ശ്രീവരാഗം ക്ഷേത്രത്തിന്റെ തടയിൽ എന്നെ വെച്ചത് ഞാൻ വിചാരിച്ചു ആ ചെരുപ്പോടെ അകടൊക്കെ വന്നിട്ട് കാരണം പെട്ടെന്ന് ഇത് ദുരന്തിച്ചത് ചെരുപ്പ് കണ്ടു. ഈ ഇദ്ദേഹത്തിന്റെ 4 ചെരുപ്പും കൂടി ഞാൻ നടക്കുകയാണ്. ആ ചെരുപ്പും കൂടെ നടന്നപ്പോ വഴിയിലിട്ട് ഞാൻ പെട്ടു. സാറേ എന്താ സാറിന്റെ കാലി കിടക്കുന്ന ചെരുപ്പിട്ടാണ്. അവിടെ നിന്ന് പെട്ടെന്ന് നാടകീയം മറ്റ് കുനിഞ്ഞു നോക്കിയിട്ടു. അയ്യോ സോറി, പറ്റിപ്പോയതാണ് കേട്ടോ സാറേ, ഇതൊന്നും ശരിയല്ല, ഇത് നിർത്തിക്കളയാണ് കേട്ടാ. ഇതെന്ന് പറയാം. ഇദ്ദേഹത്തിന് മറുപടി ഒന്നും പറയാൻ പറ്റാത്ത രീതി ഇദ്ദേഹം പറഞ്ഞു വരുന്നത് കേരളത്തിന്റെ നാട് സ്വന്തം ദൈവത്തിന്റെ നാടാണ്. ഞാനിവിടെ പറയുന്നത് തന്നെ കേരള പിറവിയായ ദിവസമായിട്ടാണ്. ക്ഷേത്രങ്ങളിൽ ദൈവങ്ങൾ ഇരിക്കുന്നത് ഇവിടുത്തെ ജനതയ്ക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഞങ്ങളുടെ കഷ്ടപ്പാട്, ഈ രാജ്യത്തിന്റെ കഷ്ടപ്പാട് എല്ലാം അറിഞ്ഞ് മനസ്സറിഞ്ഞ് കരുണ കാണിക്കാനാണ്, അവരെ രക്ഷപ്പെടുത്തുവാനാണ് ഭഗവാൻ എന്ന ആ ഒരു ഇരിപ്പിടം കൊടുത്തിരിക്കണം. ആരെയും പേടിക്കാൻ, സ്വയം പേടിക്കണം, ദൈവത്തിനെ കണ്ട് പേടിക്കണം, നിയമപാലകരെ കണ്ട് പേടിക്കണം. അവരെ ബഹുമാനിച്ചില്ലെങ്കിൽ അവരെ ബഹുമാനിക്കണം.
അപ്പോ ദൈവത്തിന് ഇവിടുത്തെ ജനത്തിന് നോട്ടമില്ല, പേടി സ്വപ്നമായിട്ട് കഴിയുകയാണ്. എന്തുകൊണ്ട്? എനിക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ഭടന്മാരെ ദേഹത്തിട്ടിരിക്കുന്ന പടച്ചട്ടവരെ അടിച്ചോണ്ട് പോകും. അപ്പൊ എന്റെ സ്ഥിതി എന്തായിരിക്കും എന്നാണ് ദൈവത്തിന് ഉറക്കമില്ല, ഊണില്ല, കൊടുക്കുന്ന വഴിപാടുകൾ കൈപ്പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഇവിടുത്തെ ഉണ്ണിക്കട്ടന്മാരെ പോലെ കുറെ കട്ടന്മാര് ഇവിടെ കട്ട് തിന്നുക. അപ്പോ യഥാർത്ഥ ദൈവങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുടെ കഷ്ടപ്പാടൊക്കെ നോക്കില്ല, നോക്കേണ്ട കാര്യമില്ല. എന്റെ സ്വന്തം പ്രൊട്ടക്ഷൻ എന്നാണ് ദൈവം മനസ്സിൽ വിചാരിക്കുന്നത്. എന്നെ സംരക്ഷിക്കുന്ന ഭടന്മാർ പോലും പേടി സ്വപ്നമായിരിക്കാം. പിന്നെ എനിക്കെന്ത് പേടിച്ചു? എനിക്കതുകൊണ്ട് ഇവിടുത്തെ ജനതയുടെ കാര്യം നോക്കേണ്ട കാര്യമില്ല. എന്റെ ശക്തി എനിക്ക് നോക്കണം എന്നാണ് ഇപ്പോഴത്തെ ദൈവങ്ങളപ്പോ. അത് ഒരു കണക്കിന് ശരിയാണ്. ജനങ്ങളെ സംരക്ഷിക്കുന്ന പോലീസുകാർ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ത്യാഗമില്ലാതെ കഷ്ടപ്പെട്ടത്. അതുപോലെയാണ് ഇവിടുത്തെ ദൈവങ്ങൾക്കും പ്രൊട്ടക്ഷൻ ഉണ്ട്, നിയമപാലകന്മാർ. അത് മനസ്സിലാക്കണം. ഇതിനെ കട്ട് തിന്നുന്ന ഒരുത്തര് ദൈവവിശ്വാസം ഉള്ളവരെ മാത്രം പൂജയ്ക്ക് വിളിക്കുക. ഭദ്രകാളി പൂജ അറിയാനുള്ള ഒരാളിനെ കൊണ്ട് ശിവപൂജ ചെയ്യിപ്പിക്കരുത്. ശിവപൂജ ചെയ്യുന്ന മനുഷ്യരെ കൊണ്ട് ശിവപൂജ തന്നെ ചെയ്യിപ്പിക്കണം. അതിനെ ഗണപതിയെ കൊണ്ട് പൂജിപ്പിക്കരുത്. എല്ലാം നല്ല രീതിയിൽ പൂജ അറിയാനുള്ള ആളിനെ മാത്രമേ ഇവിടെ പൂജാരിയായിട്ട് നിയമിക്കാവൂ. അല്ലാതെ നമ്മൾ വെളിയിൽ കിടന്ന് പ്രതിപക്ഷമായിരുന്നാലും ഭരണപക്ഷമായിരുന്നാലും അവരെ കുറ്റം പറയരുത്. ദേവസ്വം ബോർഡ് മന്ത്രിയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം അവരാരും മുഖ്യമന്ത്രി ആരും ഒന്ന് പിഴച്ചതല്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ് അവരെ ഇല്ലാതാക്കുന്നത്. അവരെ പേര് ദൂഷ്യം കേൾപ്പിക്കുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ്. അവരെ നിലനിർത്തണം. അവര് കട്ട് തിന്ന് കൊണ്ടുപോയി അവരുടെ കുടുംബത്തിനെ രക്ഷിച്ച് മാളികകളും വച്ച് അടിപൊളിയായിട്ട് ജീവിക്കുന്നു. ഇത് നിർത്തലാക്കണം. ഗവൺമെന്റ് നിയമിക്കുന്ന ശമ്പളം കൈപ്പറ്റുക, അതിനെ വാങ്ങിക്കൊണ്ട് ഗവൺമെന്റിനെ കരുതേച്ച് കാണിക്കുവാൻ അത് ഒരിക്കലും സമ്മതിക്കുക. അങ്ങനെ ഉള്ളവരെ ദേവസ്വം ബോർഡിൽ വച്ചിരുന്നുക. അപ്പോ ഡിസ്മിസ് ചെയ്യണം. സസ്പെൻഡ് ചെയ്യാൻ പാടില്ല, ഡിസ്മിസ് തന്നെ ചെയ്യണം. പാവപ്പെട്ട മുഖ്യമന്ത്രിയെയോ മറ്റുള്ള MLA-മാരെയോ MP-മാരെയോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ നിരപരാധികളാണ്. അതാദ്യം ചിന്തിക്കണം. അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ദൈവങ്ങൾക്ക് ഇപ്പൊ പേടിയായിട്ടിരിക്കുകയാണ്. സമാധാനമില്ലാത്ത ജീവിതമാണ് നമ്മളെപ്പോലെ, ഇവിടുത്തെ ജനങ്ങളെപ്പോലെ. ജനങ്ങളെ കഷ്ടപ്പാട്, പാവപ്പെട്ട ഇവിടുത്തെ ഹിന്ദു ജനത മക്കൾ വളരാനും മക്കൾ അസുഖങ്ങൾ മാറാനും മറ്റുള്ള രോഗങ്ങൾ മാറാനും വേണ്ടിയിട്ട് ഓരോ നേർച്ചകൾ നേരും. ആ പൈസ പാടുപെട്ട് ഭഗവാന്റെ നടയിൽ സമർപ്പിക്കുമ്പോൾ അതിനെ കട്ട് തിന്നുന്നവരെ വെറുതെ വിടാൻ പാടില്ല. തക്കതായ ശിക്ഷ തന്നെ കൊടുത്തിരിക്കണം. 2, ഇവിടുത്തെ ആശുപത്രികളിൽ പോയാൽ അറിയാമല്ലോ, സാധാരണക്കാരൻ ജീവിതം വഴിമുട്ടി ഇരിക്കുകയാണ്. പൈസ ഇല്ലെങ്കിൽ അവൻ മരിക്കേണ്ടത് തന്നെ. പലവ്യഞ്ജന കടയിൽ പുളിക്ക് 3 രൂപ, മുളകിന് 100 ഗ്രാം 3 രൂപ. അതേപോലെയാണ് ആശുപത്രിയിൽ ഇപ്പൊ എഴുതി വെച്ചി. ചന്തി എടുക്കുന്നതിന് 3 രൂപ, ചന്തി ഇല്ലാത്തവന് 3 രൂപ. മനസ്സിലാക്കണം. ബ്രെയിൻ ട്യൂമർ ഉള്ളവന് 3 രൂപ, ഷുഗർ ഉള്ളവന് ഇത്ര, BP വന്നവന് 3 രൂപ ബോർഡ് വെച്ചിട്ടുണ്ട്. അതില്ലെങ്കിൽ അങ്ങോട്ട് പോവേണ്ട കാര്യമില്ല. അവന്റെ ജീവിതം അപകടത്തിൽ. അതൊരു ഗവൺമെന്റ് ആശുപത്രി പോയാലും ഇത് തന്നെ. പ്രൈവറ്റ് ആശുപത്രിയിൽ 190 രൂപ വാങ്ങിക്കുമ്പോൾ ഗവൺമെന്റ് ആശുപത്രിയിൽ 189 രൂപ വാങ്ങിക്കും. ഇതെവിടുത്തെ ന്യായം? ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതം അപകടത്തിലായിട്ടുള്ള ജീവിതമാണ്. അതുപോലെ തന്നെ സ്കൂള്
കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, സാധാരണ സ്കൂളിലും പഠിക്കാൻ പറ്റുന്നില്ല. അവിടെ ഇത് തന്നെ വിലപേശക്ക, വിദ്യാഭ്യാസത്തിന് വിലപേശി ജീവിക്കുന്ന കുറെ പ്രൈവറ്റ് സ്കൂളുകൾ, അതേപോലെ തന്നെ ഗവൺമെന്റ് സ്കൂൾ. എവിടെയും പൈസ ഇല്ലെങ്കിൽ ആർക്കും ജീവിക്കാൻ പറ്റില്ല, ആർക്കും ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരിക്കലും ഇവിടുത്തെ നമ്മളെ സംരക്ഷിക്കാൻ നടക്കുന്ന നിയമപാലകരെയോ മന്ത്രിയെയോ MLA പ്രതിപക്ഷത്തിനെയോ ഇവിടുത്തെ ജനത കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് കട്ട് തിന്നുന്നവൻ ദൈവൻ അപ്പോഴപ്പോഴ ശിക്ഷ കൊടുക്കും. അവന്റെ പിൽക്കാലങ്ങൾ ഇത് അനുഭവിച്ചേ പോരൂ. അതിന്റെ ഉദാഹരണമാണ് ഉണ്ണിക്കുട്ടൻ പോറ്റി ചെയ്ത വിക്രിയകൾ. ദ്വാരകാപടനെ തടവി അദ്ദേഹത്തിന്റെ പടച്ചട്ട അടിച്ചുകൊണ്ട് പോയി വിറ്റ് തിന്നവർ. അവനെ വെറുതെ വിടാൻ പാടില്ല, ഒരിക്കലും വെറുതെ വിടാം. ശക്തമായ ശിക്ഷ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ ഈ എളിയ വാക്കുകൾ നിർത്തുന്നു. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നമസ്കാരം.